ശരി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കേന്ദ്ര സർക്കാരിന് വേണ്ടി അന്വേഷണം നടത്തി റിപ്പോർട്ടെന്ന് CPM പറയുന്നു, വിധി പറയുന്നു. അതുപോരാതെ അടുത്തത് ROC യൂണിറ്റുകൾ കേന്ദ്ര സർക്കാരിനു വേണ്ടി ആണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും നടപടിയെടുക്കുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസികളെ കൊണ്ട്, ഏത് അന്വേഷണ ഏജൻസികളെയും കൊണ്ടുവന്ന് ഇത്തരത്തിൽ വിവാദമുണ്ടാക്കി കളം പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണോ? അല്ല, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ പറ്റി ഞാൻ അന്വേഷിച്ചു. ഇന്ത്യയിലെ നൂറുകണക്കിന് ഇൻകം ടാക്സ് പേയ്സ് അവരുടെ അസസ്മെൻറ്റിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കോടതി വ്യവഹാരത്തിലേക്ക് പോവാതെ രണ്ടു കൂട്ടരും സമ്മതിച്ചുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റിന് മുമ്പാകെ എത്തുന്നു. ഇപ്പോൾ കോടതിയിലൊക്കെ ചെയ്യും പോലെ, ലോക് അദാലത്ത് പോലെ അവിടെ തന്നെയുള്ള ഒരു സെറ്റിൽമെൻറ്റ് സംവിധാനം അവിടേക്ക് പോകുന്നു. അവിടെ വെച്ച് പറഞ്ഞ് രണ്ടു കൂട്ടർക്കും കേൾക്കാനുള്ളത് കേട്ട് രണ്ടു കൂട്ടർക്കും തൃപ്തിയാവുന്ന രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്നു. ആ തൃപ്തി ഇല്ലെങ്കിൽ അത് വീണ്ടും ലിറ്റിഗേഷനിലേക്ക്, കോടതി വ്യവഹാരത്തിലേക്ക് പോകും. ഇപ്പോൾ രണ്ടു കൂട്ടരും സമ്മതിച്ച് സെറ്റിൽ ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഉത്തരവ്. അല്ലാണ്ട് അത് കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന ഉത്തരവൊന്നും അല്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അപ്പലറ്റ് അതോറിറ്റി അല്ല. ഉൾപ്പെടുത്തിയതിന് ആണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്ന് ശ്രീ SK സജീഷ് ആരോപിച്ചത്. ഒരു കൂട്ടരെ അല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 or 5 രാഷ്ട്രീയ നേതാക്കന്മാരെ പേരുണ്ട്. ഒരു പാർട്ടിയിൽപ്പെട്ടവരല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എന്ന് പറയപ്പെടാവുന്ന, കൃത്യമായ പേരൊന്നും കൊടുത്തിട്ടില്ല, പലതും ഇനീഷ്യലൊക്കെയാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് കണ്ടറിയണം. 3 രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളുണ്ട്. പിന്നെ ഒരു കമ്പനിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു നേതാവിൻ്റെ ബന്ധുവിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവർ കൊടുത്ത പൈസയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവർക്ക് അവിടെ തർക്കമുണ്ടായിരുന്നെങ്കിൽ സെറ്റിൽമെൻറ്റിന് നിൽക്കണ്ട. ഇപ്പോൾ കോടതിയിൽ ലോക് അദാലത്തിലേക്ക് വിട്ടിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് നടക്കുന്നില്ലെങ്കിൽ വീണ്ടും അത് കോടതിയിലേക്ക് പോയിട്ട് അവിടെ ലിറ്റിഗേഷൻ നടക്കും. പക്ഷേ ലിറ്റിഗേഷൻ ഒഴിവാക്കാൻ വേണ്ടി പരസ്പരം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും കക്ഷിയും ചേർന്ന് ഒരു പരസ്പര സമ്മതത്തോടുകൂടി സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പാകെ പോവുകയും അവിടെ പറയാനുള്ളത് പറയുകയും രണ്ടു കൂട്ടരെയും ഏതാണ്ട് ഒരു ചർച്ച നടത്തി രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരു സെറ്റിൽമെൻറ്റ് എത്തുന്നതാണ്. ആ സെറ്റിൽമെൻറ്റ് ബോർഡ് ചില ഉത്തരവുകൾ, പക്ഷേ ടാക്സ് ആയതുകൊണ്ട് വിശദമായ കാര്യങ്ങൾ പറയുന്നു. അവിടെ പിന്നെ അപ്പീലില്ല, അതിലൊരു അപ്പീലില്ല സെറ്റിൽമെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അതിൽ കേന്ദ്ര സർക്കാർ എന്ത് റോളാണ്? ഈ കമ്പനിക്ക് വേണമെങ്കിൽ, അതായത് കൊച്ചിൻ എന്താ പറയുക മിനറൽസിന് വേണമെങ്കിൽ ഒഴിവാവാമല്ലോ, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ലിറ്റിഗേഷന് പോകാമല്ലോ. അവർ പോയില്ലല്ലോ. അപ്പോൾ അതിനൊന്നും കേന്ദ്ര സർക്കാരിന് യാതൊരു റോളുമില്ല. അത് നാട്ടിലെ കോടതിയിൽ സെറ്റിൽമെൻറ്റ് നടക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളുമില്ല. അപ്പോൾ അത് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്. അപ്പോൾ അതിൽ യാതൊരു റോളും കേന്ദ്ര സർക്കാരിനില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടായ ഉത്തരവ് ഓൺ ദി ബേസിസ് ഓഫ് കംപ്ലൈൻ്റ് ആണ്. അതായത് പരാതികൾ പോയിട്ട് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ 2 ഉദ്യോഗസ്ഥന്മാർ, കൊച്ചിയിലെ എറണാകുളത്തെ ഉദ്യോഗസ്ഥൻ ഈ ഖനന കമ്പനിക്കും അതുപോലെ തന്നെ KSIDCക്കെതിരെയും അന്വേഷണം നടത്തുകയും അവിടെ ബാംഗ്ലൂരുള്ള ആൾ ഈ എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടത്തുകയും ചെയ്തതിൽ ചില നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വയലേഷൻ ഓഫ് ലോ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഇവിടെ 2 കൂട്ടർക്കും നോട്ടീസ് അയച്ചതായിട്ടും ഒരാൾ കൊടുത്ത മറുപടി തൃപ്തികരമല്ലെന്നും മറ്റേയാൾ മറുപടി കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിലും ഇവിടെ നടത്തിയ അന്വേഷണത്തിലും കുറേ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു വലിയ അതോറിറ്റി, 3 അംഗ അതോറിറ്റി, അവരെ ROC പോണ്ടിച്ചേരി, ഡെപ്യൂട്ടി ഡയറക്ടർ കർണാടക, ഇങ്ങനെയുള്ള കുറേ 3 പേർ, ആ 3 പേരെ വെച്ചിട്ട് ഒരു വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് അത് ഈ പാർട്ടികൾക്ക് അവർക്ക് നീതി കിട്ടും. കാരണം അവരെ വിളിച്ച് ചോദിക്കും, അവർക്ക് വിശദമായ കാര്യങ്ങൾ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് അഭിഭാഷകർ വെച്ച് ഹാജരാവാം, കോർപ്പറേറ്റ് ലോയേഴ്സിൻ്റെ സഹായം തേടാം, അവരെ വെച്ച് കേസ് നടത്താം, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പറയാം, എഴുതി കൊടുക്കാനുള്ളത് എഴുതി കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ അവർക്ക് കൂടുതൽ നീതി കിട്ടാൻ പോവുകയാണ്. അവർക്ക് പറയാനുള്ളത് വിശദമായി കേൾക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി നടപ്പിലാക്കാൻ പോവുകയാണ്. അല്ലാണ്ട് ഈ കമ്പനി ലോ ബോർഡിന് ഇവരെ ഒന്നും പിടിച്ച് ജയിലിലിടാനോ അറസ്റ്റ് ചെയ്യാനോ അധികാരമില്ല.
അവരെ സംബന്ധിച്ചിടത്തോളം നിയമലംഘനം നടന്നതായി പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടോ എന്ന സാഹചര്യം കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു നീതിപൂർവമായ നടപടിയാണ്. ഇവരിപ്പോൾ പരാതി പറഞ്ഞല്ലോ, ഞങ്ങളെ കേട്ടില്ല എന്ന്. നിങ്ങൾ വിശദമായി കേൾക്കാൻ പോവുകയാണ്. അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക, നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുക.